ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായെന്ന് പറഞ്ഞ് കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബ് വീഡിയോയിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ കുറച്ച് അടപ്പ് തോന്നും. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വോയിസിന് നല്ല സ്ട്രെയിനാണ് കേട്ടോ. ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്ന എൻ്റെ ലാസ്റ്റ് 2 ദിവസം എനിക്ക് മിണ്ടേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു. അപ്പോൾ ഒരു നൊഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു, ത്രോട്ടിലൊരു നൊഡ്യൂളുണ്ട്. പക്ഷെ അത് ഗ്രേഡ് 1 ആയിട്ടേ ഉള്ളൂ, അതായത് ഇനിഷ്യൽ സ്റ്റേജാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്താ പറയുക, തെറാപ്പി വഴി മറ്റേ കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആ തെറാപ്പികൾ, സ്പീച്ച് തെറാപ്പി ചെയ്യാൻ തന്നെ 1 മാസം സ്പീച്ച് തെറാപ്പിക്ക് സൈൻ ചെയ്തിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ അവിടെ തന്നെ സ്പീച്ച് തെറാപ്പിക്ക് ജോയിൻ ചെയ്തു ഇന്നലെ തന്നെ. അപ്പോൾ ഇനി വീക്ക്ലി വൺസ്, നാളെ ഒന്ന് പോകണം എനിക്ക്, നെക്സ്റ്റ് വീക്ക് 2 ദിവസം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് ചെയ്യാനായിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു, അതായത് ത്രോട്ടിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, ബ്രീത്ത് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ കോഫി, ടീ, മിൽക്ക് ഇതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, പിന്നെ ചൂടുവെള്ളവും കുടിക്കാൻ പാടില്ല, തണുത്ത വെള്ളവും കുടിക്കാൻ പാടില്ല, സാധാരണ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ ഒരു ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇതൊന്നും ഞാൻ ചെയ്തില്ലെങ്കിൽ, ഓവർ സൗണ്ട് ഇടുക അങ്ങനത്തെയൊക്കെ വന്നാൽ 1 മന്ത് കഴിയുമ്പോൾ ആ നൊഡ്യൂളിന് ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ സർജറി ചെയ്യാം എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പറഞ്ഞല്ലോ, ആ സംഭവം ചെയ്യാൻ പാടില്ല. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഞാനാണെങ്കിൽ എൻ്റെ ചായയും കാപ്പിയും കൂടി എങ്ങനെയും നിർത്തണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം വന്നത്. പക്ഷേ സങ്കടമുണ്ട്, വേറെ കാര്യം. കാരണം എനിക്ക് കോഫി അതുപോലെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഷുഗർ എപ്പോഴും ലോ ഷുഗറാണ്. ഈ ചായയും കാപ്പിയും കൂടെ ചെന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമാണ് ആക്ച്വലി. അപ്പോൾ പറഞ്ഞു കാപ്പി കുടിച്ചാലും വേഗം വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. അതായത് ത്രോട്ട് വാഷ് ഔട്ട് ചെയ്ത് പോകാനായിട്ടുള്ളതാണെന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഈ 1 വീക്ക് കേട്ട വോയിസ് ആയിരിക്കില്ല ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞില്ല, ആ 2 ദിവസം സ്ട്രെയിൻ ചെയ്ത ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ആ 5 ദിവസം മിണ്ടാണ്ടിരുന്നതിൻ്റെ കേട് 2 ദിവസം കൊണ്ട് കഴിഞ്ഞു. അപ്പം അത് മാക്സിമം കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിണ്ടാണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം മിണ്ടാണ്ടിരിക്കുക കുറച്ച് ദിവസത്തേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പക്ഷേ അറിയില്ല, ഞാൻ മാക്സിമം ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും, തെറാപ്പിയും കാര്യങ്ങളും. അതും കഴിഞ്ഞ് സർജറി ആണെങ്കിൽ അതെൻ്റെ വിധിയാണ്, നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ കുറേ പേര് എനിക്കിപ്പം കഴിഞ്ഞ ദിവസം സ്നേഹ ചേച്ചി വിളിച്ചിട്ട്, കഴിഞ്ഞ ദിവസമല്ല ഇന്നലെ സ്നേഹ ചേച്ചി എഡിസിനെ വിളിച്ചിട്ട് പറഞ്ഞു സ്നേഹ ചേച്ചിക്ക് വോയിസിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, ഷൗട്ട് ചെയ്തിട്ട് അത് സൈലൻ്റായിട്ട് ഇരുന്നിട്ടാണ് ബെറ്റർ ആക്കി എന്ന് പറഞ്ഞത് കേട്ടോ. കുറേ പേര് അങ്ങനെ പറഞ്ഞു. എനിക്കൊരു പ്രൊഫസർ മെസ്സേജ് അയച്ചിരിക്കുന്നു, ആൾക്ക് ഭയങ്കര സ്ക്രീമിങ് സൗണ്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്ത് സൗണ്ട് ഇങ്ങനെ ഈ ഒരു സെയിം കണ്ടീഷനിലായി. എന്നിട്ടിപ്പോൾ ആൾ ലീവ് എടുത്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കുക എന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് പിള്ളേരുള്ളപ്പം റെസ്റ്റ് കാര്യങ്ങളും ഒട്ടും പോസിബിൾ അല്ല. ഇപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് സൗണ്ട് എനിക്ക് അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഒറ്റ നൊഡ്യൂളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു നൊഡ്യൂളേ ഉള്ളൂ. അത് ഇനിഷ്യൽ സ്റ്റേജാണ്. അത് നമുക്ക് മാക്സിമം തെറാപ്പി ചെയ്ത് ഓക്കെ ആക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എൻ്റെ കാര്യം പോലെയാണ്, ഇനി ബാക്കിയൊക്കെ എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. എല്ലാവർക്കും സത്യം പറഞ്ഞാൽ സ്പീച്ച് തെറാപ്പിക്ക് ജോയിൻ ചെയ്ത് നമുക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഞാൻ അവിടെ കുറേ പേരെ കണ്ടു കേട്ടോ. പിന്നെ ഡോൺ ചേട്ടനും ഇന്നലെ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോൺ ചേട്ടനും ഈ പറയുന്ന പോലെ ഷുഗറിൻ്റെ ഇതൊക്കെ ആയിട്ട് അവർക്ക് ഫാമിലി ജീനായിട്ട് ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ട്. ആസ് യൂഷ്വൽ മെഡിസിൻസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നു കേട്ടോ. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ ഇന്നലത്തെ വീഡിയോ വന്നപ്പോൾ തൊട്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങി, എന്തായി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നുള്ളത് കേട്ടോ. നമുക്കത് യൂസ്ഡ് ആയി, ഞാൻ ഓർക്കാണ്ട് ഞാൻ വെക്കുകയാണത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഈ തെറാപ്പി ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഓക്കെ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഞാനത് ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ഇന്ന് തൊട്ട് മാക്സിമം വായടച്ച് വെച്ചിരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. 5 ദിവസം എങ്ങനെ ഇരുന്നോ അതുപോലെ ഇരിക്കുക. പിന്നെ നമ്മൾ ഓടിച്ചാടി മിണ്ടി നടന്നവർ പെട്ടെന്ന് വായടച്ച് വെച്ചിരിക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും എനിക്കുണ്ട്, വിഷമമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ വർത്താനം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ വർത്താനം തന്നെയാണ് കേട്ടോ. അതില്ല എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ബുദ്ധിമുട്ട് വരും, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ തലവരെ നമുക്കായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. വേറൊരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. അപ്പം ഇന്നിപ്പോൾ എനിക്കെൻ്റെ സൗണ്ട് കിട്ടുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, പഴയ ആ വെഡിങ് ആനിവേഴ്സറിക്ക് വിഷ് ചെയ്യുന്ന സെയിം സൗണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇന്ന് തൊട്ട് നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ 25-ാം തീയതിയാണ്. ഇന്ന് തൊട്ട് നമുക്ക് ഗവേഷണങ്ങൾ നടത്താം, തെറാപ്പി ചെയ്യാം, ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് തുടങ്ങാം. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക, വേറൊരു സ്റ്റേജിലേക്ക് പോവരുതെന്ന്. കാരണം സർജറി പേടിയുണ്ടായിട്ടല്ല, പ്രത്യേകിച്ച് സർജറി കഴിഞ്ഞ് നല്ലൊരു റെസ്റ്റും കാര്യങ്ങളും വേണം. അതൊന്നും നമ്മൾ കുഞ്ഞു പിള്ളേരുള്ളപ്പോൾ അതൊന്നും പ്രാക്ടിക്കലല്ല. ഈവൻ ഞാൻ മറ്റേ സിസേറിയൻ കഴിഞ്ഞിട്ട് പോലും ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. സോ മാക്സിമം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാലിൽ എനിക്കൊരു ഡോട്ട് വന്ന് സ്കിൻ അലർജി പോലെ കാണിക്കുന്നു. അപ്പോൾ അത് ഞാൻ ഡോക്ടറിനെ, അത് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അധികം നേരം നിൽക്കുമ്പോൾ വെയിനിൽ വരുന്ന ഒരു ലീക്കേജ് പോലെയാണത്, അത് സിവിയർ ആവാതെ അതും നോക്കാൻ പറഞ്ഞു. ആകെ മൊത്തം നല്ല സുഖം, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. ഞാനിങ്ങനെ പറയുമ്പോഴാലോചിക്കുന്നു, ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ ആലോചിച്ച് പോവുക. തലവേദന എടുക്കുക ആലോചിക്കുമ്പോൾ. 2-3 ദിവസമായിട്ട് എനിക്ക് സിവിയർ ഹെഡേക്കാണ്. ഞാനത് മൈൻഡ് മാറ്റാൻ പല കാര്യങ്ങളും ചെയ്ത് നോക്കി, പക്ഷെ പറ്റണില്ല. കുറേ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തൊണ്ട എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതായത് ചെയ്യാൻ കുറേ കാര്യങ്ങൾ തെറാപ്പിസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം. ബ്രീത്ത് ചെയ്യുന്നത് അതൊക്കെ ആയിട്ട് സ്ട്രോ ആക്ടിവിറ്റി ഉണ്ട്, സ്ട്രോ വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഈ 5 ദിവസം കേട്ട സൗണ്ട് ആയിരിക്കില്ല അല്ലേ എന്ന് കേൾക്കുക. എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. കാരണം ഈ സെയിം സൗണ്ടിൽ ഇവിടെ നിന്നിട്ടാണ് ഞാൻ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തത്. ഇനി ഈ റൂമിൻ്റെ പ്രശ്നമായിരിക്കും മാതാവേ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ, ഇതാണ് അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക, വേറൊരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.